നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാക്കുകയാണ് മുന്നണികൾ. ദുർബലരായ സ്ഥാനാർത്ഥികളെ നിർത്തി ബിജെപിയെ സഹായിക്കുന്നു എന്ന ആരോപണമാണ് സിപിഎമ്മിനെതിരെ കോൺഗ്രസ് ഉയർത്തുന്നത്. സമാന ആരോപണം കോൺഗ്രസിനും സിപിഎമ്മിനുമെതിരെ ബിജെപിയും ഉയർത്തുന്നുണ്ട്. മധ്യകേരളത്തിലെ സുപ്രധാന മണ്ഡലങ്ങളിൽ 2020-ക്ക് സീറ്റ് നൽകിയതാണ് സിപിഎം ബിജെപി ഡീലുണ്ടെന്ന കോൺഗ്രസ് ആരോപണത്തിന്റെ കാതൽ. ബിജെപിക്ക് അടിത്തറയുള്ള മണ്ഡലങ്ങളിൽ പോലും സ്വന്തം സ്ഥാനാർത്ഥി ഇല്ലാത്തതാണ് ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കെ പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇനി അങ്ങോട്ട് 2 ആഴ്ച മാത്രമേ പരസ്യ പ്രചാരണത്തിനുള്ളൂ. അപ്പോഴും ഈ രാഷ്ട്രീയ ഡീല് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രചാരണ വിഷയമായി എല്ലാ മുന്നണികളും ഉയർത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ ജനകീയ വിഷയങ്ങളും അതുപോലെ തന്നെ വികസന പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ സാഹചര്യത്തിലാണ് 3 മുന്നണികളും ഡീൽ ഉയർത്തുന്നു എന്നുള്ളത്. അമ്പിളി, ഗുഡ് മോർണിംഗ്. ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ വികസന രാഷ്ട്രീയം ചർച്ചയാക്കുന്നുണ്ട് മുന്നണികൾ. ഒപ്പം തന്നെ നിലവിലുള്ള വിവാദ വിഷയങ്ങളുണ്ട്, ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളൊക്കെ തന്നെയുണ്ട്. അതിനോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട വിഷയമാണ് മുന്നണി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ. ഇതിനോടകം തന്നെ, അതായത് പ്രതിപക്ഷ നേതാവാണ് ആദ്യം സിപിഎം ബിജെപി ഡീൽ എന്ന വാക്ക് മുന്നോട്ട് വെച്ചത്. അത് പിന്നീട് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ രമേശ് ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ തന്നെ ഏറ്റുപിടിക്കുകയും കൂടുതൽ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കുകയും ഒക്കെ ചെയ്തു. അതിന് ബിജെപിയുടെയും സിപിഎമ്മിന്റെ ഭാഗത്തു നിന്ന് വിമർശനം ഉയരുന്നു. മുഖ്യമന്ത്രി തന്നെ നേരിട്ട മറുപടി പറയുന്നു. നിയമത്തെ കണക്കുകൾ മുഖ്യമന്ത്രി വിവരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഏതായാലും ഈ ആരോപണങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് ആരോപണങ്ങൾക്ക് ശക്തി പകരുന്നത് പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ ബിജെപി ശക്തമായ വേരോട്ടമുള്ള മണ്ഡലങ്ങളുണ്ട്. തൃപ്പൂണിത്തുറയുണ്ട്, കൊച്ചിയുണ്ട്. അങ്ങനെ ബിജെപി പടിപടിയായി ഓരോ തെരഞ്ഞെടുപ്പിലും വോട്ട് ശതമാനം ഉയർത്തുകയും വോട്ട് ഉയർത്തുകയും ചെയ്ത മണ്ഡലങ്ങൾ ഇത്തവണ 2020-ക്ക് നൽകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തൃപ്പൂണിത്തുറ തന്നെയാണെന്ന് എടുത്തു പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളായി ശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു മണ്ഡലം. ഇത്തവണ ഒരുപക്ഷെ കരുത്തനായ ബിജെപിയുടെ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നെങ്കിൽ മണ്ഡലം പിടിച്ചെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ. എ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് പാർട്ടി കണക്കാക്കുന്നതിലും പ്രവർത്തകർ എ ക്ലാസ് മണ്ഡലങ്ങളിലേക്ക് കണക്കാക്കിയ ഒരു മണ്ഡലം കൂടിയാണ് തൃപ്പൂണിത്തുറ. പ്രത്യേകിച്ച് ശബരിമല വിഷയമടക്കം നിൽക്കുന്ന ഒരു പശ്ചാത്തലം ഇപ്പോഴും ചർച്ചയാകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതൊക്കെ തന്നെ വോട്ടായി മാറും എന്ന് തന്നെയായിരുന്നു ബിജെപി പ്രവർത്തകരുടെ പ്രതീക്ഷ. അവിടേക്കാണ് 2020 അപ്രഖ്യാപിതമായി ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയത്തിൽ വലിയ ബലാബലം നിൽക്കാൻ കഴിയുന്ന ഒരു സ്ഥാനാർത്ഥിയല്ല 2020 വെച്ചത് എന്ന ആരോപണമാണ് പ്രധാനമായും കോൺഗ്രസ് വയ്ക്കുന്നത്. അത് സിപിഎമ്മുമായുള്ള ഡീലാണ്. പ്രത്യേകിച്ച് വൈപ്പിൽ നിന്ന് KN ഉണ്ണികൃഷ്ണൻ തൃപ്പൂണിത്തുറയിലേക്ക് മാറുന്നു. ദീപക് ജോയി എന്ന സ്ഥാനാർത്ഥിയെ അവിടെ കോൺഗ്രസ് നിർത്തുന്നു. ഈ 2 പേരും കഴിഞ്ഞ തവണ വൈപ്പിൽ ഏറ്റുമുട്ടിയതാണ്. അവിടേക്കാണ് അഞ്ജലി നായർ വരുന്നത്. സ്വാഭാവികമായും അത് വലിയ ആരോപണമായി ഇപ്പോഴും നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ കൊച്ചി ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ, അതായത് എറണാകുളത്തിന്റെ മധ്യഭാഗത്തും ഒപ്പം തന്നെ കിഴക്കൻ മേഖലയിലുമൊക്കെ തന്നെ ക്രൈസ്തവ കേന്ദ്രീകൃത മേഖലയിലൊക്കെ തന്നെ ബിജെപി കൃത്യമായി വോട്ട് ശതമാനം ഉയർത്തിപ്പോരുന്ന ഈ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ കുന്നത്താട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ ബിജെപിയും 2020 കഴിഞ്ഞ തവണ വെവ്വേറെ മത്സരിക്കുന്നു. ഇത്തവണ അത് ഒന്നിച്ചാകുമ്പോൾ സ്വാഭാവികമായി വലിയ അട്ടിമറി ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. കാരണം 2 കൂട്ടരും കൂടിയാൽ ഏകദേശം 30,000-ന് മുകളിൽ വോട്ടിലേക്ക് എത്താൻ പറ്റും. ഇത്തവണ കുറെ കൂടി ശക്തി പ്രകടിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ അട്ടിമറിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത്. അത്തരം ആരോപണങ്ങൾ നിൽക്കുന്നു. മാത്രമല്ല 2020-യുടെ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയം പറയുന്നില്ല എന്നൊരു ആരോപണം കൂടി പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നു. പ്രത്യേകിച്ച് ശബരിമല വിഷയമടക്കമുള്ള വിഷയങ്ങൾ ഇത്തവണ ചർച്ചയാകേണ്ടതില്ല, വികസനമാണ് പ്രധാനപ്പെട്ട വിഷയമെന്ന് 2020-യുടെ സ്ഥാനാർത്ഥികൾ പറയും. ഇതെല്ലാം തന്നെ സിപിഎമ്മുമായുള്ള ബിജെപിയുടെ ഡീലാണ് എന്നുള്ളതാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. അതേസമയം മഞ്ചേശ്വരം അടക്കമുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ സുരേന്ദ്രനുമായും സമാനമായ രീതിയിലുണ്ട്. പാലക്കാടും തൃപ്പൂണിത്തുറയും തമ്മിലുള്ള ഒരു ഡീല് നിലനിൽക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് ആദ്യം ആരോപണമായി നിൽക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ തന്നെ സിപിഎമ്മും അതുപോലെ തന്നെ ബിജെപിയും മറുപടി പറയുന്നത് ഇന്നും, അതായത് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ ദിവസങ്ങളിലാകെ തന്നെ ഈ ആരോപണം ശക്തമായി ഉയർത്തുകയും ഒപ്പം തന്നെ കണക്കുകൾ വെച്ച് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് വസ്തുത നിരത്തി മറുപടി പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഏതായാലും കുറെ കൂടി കടുത്ത പ്രചരണ ശക്തമാക്കി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് മുന്നണികൾ തീരുമാനിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ദേവസ്വം ബോർഡ് ഒരു മുൻകരുതൽ സർക്കാരിന് വേണ്ടി ഇപ്പോൾ ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ എടുത്തിട്ടുണ്ട്. സർക്കാരിന്റെ നിലപാട് തന്നെയാണെന്ന് അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും. കാരണം നേരത്തെ തന്നെ മന്ത്രിമാർ ഉൾപ്പെടെ പറഞ്ഞതാണ്. അസ്വാഭാവികമായും ഓരോ വിഷയം കൃത്യമായി പരിഗണിച്ച് തന്നെയാണ് സർക്കാരും സിപിഎം നിലപാട് വ്യക്തമാക്കി മുന്നോട്ട് പോകുന്നത്. ഇനി ആ വിഷയങ്ങളിൽ സർക്കാരിന്റെ സിപിഎമ്മിന്റെ ഭാഗത്തുനിന്നുള്ള നിലപാടുകൾ തേടിയായിരിക്കും ഓരോ പ്രചരണ വേദികളിലും ബിജെപിയും കോൺഗ്രസും ശക്തമായി വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക. അമ്പിളി, ശരി. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂട് പിടിക്കുമ്പോൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ശക്തമാക്കുകയാണ് മുന്നണികൾ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കെ പ്രശാന്ത്.